നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീലേ. നമസ്തേ. ശരിക്കും കഴിഞ്ഞ ദിവസം ശ്വേതാ മേനോൻ എന്ന അമ്മയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്, രാജിവെച്ചിട്ടില്ല, രാജി പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. കോടതി പ്രസിഡന്റായിരുന്നു, കമ്മിറ്റി നിർജ്ജീവമാക്കിയല്ലോ. ശ്വേതാ മേനോൻ പറഞ്ഞത് ഞാൻ എന്തിനു രാജിവെക്കണം എന്നാണ് ചോദിച്ചത്. ചില പവർ ബ്രോക്കർമാരാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, അപ്പൊ അവർക്കെതിരെയാണ് എന്റെ ഫൈറ്റ്. നോക്കണം, ശ്വേതയുടെ കൂടെ ഈ പറയുന്ന WCC ഒന്നും ശ്വേതയ്ക്ക് ഒപ്പമില്ല, ആരുമില്ല. പവർ ബ്രോക്കർമാർക്കെതിരെയാണ്. പിന്നെ ഞാൻ മമ്മൂട്ടിക്കും മോഹൻലാലിനും നന്ദി പറയുന്നു, രണ്ടുപേരും ഒപ്പം നിന്നു. പിന്നെ എങ്ങനെയാണോ മോഹൻലാലിന്റെ കാലത്ത് അല്ലെങ്കിൽ മോഹൻലാൽ ഇറങ്ങിപ്പോയപ്പോൾ എങ്ങനെയാണോ ഭരണസമിതി നിലനിന്നിരുന്നത്, അടുത്ത സമിതി വരുന്നത് വരെ ആ കമ്മിറ്റി തന്നെയായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോഴും പോകേണ്ടത്. എന്തുകൊണ്ടാണ് തനിക്കേറി ഇത്ര നീക്കങ്ങൾ നടക്കുന്നത് എന്നൊക്കെ ശ്വേതാ മേനോൻ വ്യക്തമായിട്ട് ചോദിക്കുന്നത്. അപ്പം അന്ന് ഈ ശ്വേതാ മേനോനെതിരെ ചില കരുക്കൾ നീക്കിയ അമ്മയിലെ ചില മുതിർന്ന ഈ പവർ ബ്രോക്കർമാരെന്ന് പറയുന്ന അവർ വിചാരിച്ച ശ്വേത രാജിവെച്ച് പോയി. പക്ഷെ അങ്ങനെയല്ല, രാജിക്കത്ത് കൊടുത്തിട്ടില്ലെന്ന് പിഷാരടിക്ക് പോലും പറയേണ്ടി വന്നു. രാജിക്കത്തൊന്നും തന്നിട്ടില്ല, ഇപ്പോഴും ശ്വേത തന്നെയാണ്. ഒരുപാട് ആരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട്. ശരിക്കും ഇത്തരമൊരു നിലപാടിൽ ഈ WCC എന്ന സംഘടന പോലും ഒരു കാലത്ത് കാണിച്ച ആർജവം ശ്വേതാ മേനോനോട് കാണിക്കുന്നത് ഒരു നീതികേടല്ലേ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ശ്വേതാ മേനോൻ വരാനിടയായ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അന്നത്തെ ഭാരവാഹികളിൽ 90% പേരും, 90% തന്നെ പറയേണ്ടിയിരിക്കും, 90% പേരും ബലാത്സംഗം, സ്ത്രീപീഡനം, മീറ്റു ആരോപണങ്ങൾ ഇതെല്ലാം ഉണ്ടായപ്പോഴാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ശ്വേതാ മേനോൻ എന്ന വനിതാ മുഖം വരട്ടെ എന്ന രീതിയിലേക്ക് ആർക്കും വരാൻ നിവൃത്തിയില്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ശ്വേതാ മേനോൻ വരുന്നത്. ശ്വേതാ മേനോൻ വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം വ്യക്തമായിരുന്നു ശ്വേതാ മേനോനെ സംബന്ധിച്ചിടത്തോളം ശ്വേതാ മേനോൻ വളരെ കാര്യപ്രാപ്തിയുള്ള കഴിവുള്ളൊരു സ്ത്രീയാണ്. ശ്വേതാ മേനോൻ ഈ ഭാരവാഹിത്വത്തിൽ വരുന്നു, കുറച്ചു കാലം പ്രശ്നമില്ലാതെ പോകുന്നു, പിന്നീട് പതുക്കെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ തലപൊക്കുന്നു. ഈ തലപൊക്കിയ പ്രശ്നങ്ങളെ സ്ത്രീകൾ തമ്മിലുള്ള പ്രശ്നമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഇത് നടന്നിട്ടുണ്ട്. ഇപ്പോഴും മാലാപാർവതി അടക്കമുള്ളവർ ശ്വേതാ മേനോനോട് വിമൺ കാർഡ് കളിക്കരുത് എന്ന് പറയുമ്പോൾ ആരാണ് വാർത്താ സമ്മേളനം നടത്താൻ വരുന്നത്? മാലാപാർവതി, മായാ വിശ്വനാഥ്, അൻസിബ ഹസൻ പോലുള്ള ഒരു ഭാഗത്തും, മറുഭാഗത്ത് ഇപ്പോൾ ആരും കാണുന്നില്ല. ലക്ഷ്മിപ്രിയ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, ലക്ഷ്മിപ്രിയയുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു, അതവിടെ നിൽക്കുന്നു. പിന്നീടുള്ള പ്രശ്നങ്ങൾ വന്നത് ശ്വേതാ മേനോനാണ്. ഇപ്പോൾ വിഷയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സത്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നതിന് മുമ്പ് ഒരു ഓഡിയോ ക്ലിപ്പാണ് പുറത്തുവിട്ടത്. യഥാർത്ഥത്തിൽ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്ന റെക്കോർഡ് പുറത്തു വരുന്നതിനെ സ്വാഭാവികമായി രണ്ടുപേർ തമ്മിൽ, ഇപ്പോൾ ഞാനും രാജേഷും തമ്മിൽ സംസാരിക്കുന്നു, അതൊരു വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ സംസാരിക്കുന്നത്, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ ഓഡിയോ ക്ലിപ്പ് സത്യത്തിൽ ശ്വേതാ മേനോനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സത്യസന്ധത തെളിയിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കേരളീയ പൊതുസമൂഹത്തിൽ ഇത്രയും ദിവസം ഇപ്പോൾ ശ്വേതാ മേനോൻ രാജിവെച്ച് പോകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം ഉണ്ടായപ്പോൾ അതിനുശേഷം ആ സെക്കൻഡിൽ തന്നെ ബാബുരാജ് അടക്കമുള്ളവർ അവരെക്കുറിച്ച് സാമ്പത്തിക ആരോപണമാണ് ഉന്നയിച്ചത്. ഇവർ പുറത്തു പോകാനുണ്ടായ സാഹചര്യം പോലും BJPക്ക്, അതായത് അമിത്ഷായിൽ നിന്ന് പണം വാങ്ങി, BJPയിൽ നിന്ന് പണം വാങ്ങി സ്ഥാനാർത്ഥികളെ നൽകി എന്നൊക്കെയാണ് അന്ന് ബാബുരാജ് ആരോപണം ഉന്നയിച്ചത്. സാധാരണഗതിയിൽ സ്ത്രീകൾ മണ്ടത്തരം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. 90% രാഷ്ട്രീയ ബോധ്യമില്ലാത്ത സിനിമാ നടിമാർ മണ്ടത്തരം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ബാബുരാജ് പറയപ്പെടുന്നത് LLB ഫസ്റ്റ് റാങ്കുകാരനായിരുന്നു എന്നാണ്, ഒരു കൊലപാതക കേസിലൊക്കെ പെട്ടു എന്നൊക്കെ പറയുന്നു. ഏതായാലും ഫസ്റ്റ് റാങ്കുകാരനാണെന്നൊക്കെ പറയപ്പെടുന്നു. എനിക്കറിയില്ല, സത്യത്തിൽ എനിക്കിപ്പോൾ സംശയമുണ്ട്. കാരണം രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും അറിയാം BJPക്ക് ഒരു സ്ഥാനാർത്ഥി ഇത്തവണ ഇല്ല. സിനിമാ രംഗത്ത് നിന്നും BJPക്ക് സ്ഥാനാർത്ഥികളില്ല. സ്ഥാനാർത്ഥികളുള്ളത് 2020ക്കാണ്. 2020 എന്ന് പറയുന്നത് BJPയുടെ സഖ്യകക്ഷിയാണ്. അങ്ങനെ പറയാൻ കഴിയില്ല. മേജർ രവി നേരത്തെയുള്ള ആളാണ്, ഭാരവാഹിയാണ്. പിന്നെ സിനിമാ രംഗത്തല്ല സീരിയൽ രംഗത്തു നിന്നുള്ള വിവേക് ഗോപനും പിന്നീട് ബിഗ് ബോസ് താരമായ റോബിൻ രാധാകൃഷ്ണൻ മാത്രമാണ് BJPയുടെ സ്ഥാനാർത്ഥികൾ എന്ന് അവകാശപ്പെടുന്നത്. BJPയുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് ഒരല്പം ബോധ്യം ഇവർക്കൊക്കെ ഉണ്ടാകണം. ഒരു കേഡർ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ആ കേഡർ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടിയായി നിലനിൽക്കുമ്പോൾ ഒരിക്കലും ഈ ഏതെങ്കിലും തരത്തിലുള്ള അവരോടൊപ്പം വന്നു ചേരുന്ന സഖ്യത്തിലുള്ള സംഘടനകൾക്ക് വേണ്ടി സ്ഥാനാർത്ഥികളെ പിടിക്കാൻ BJP പോകാറില്ല. ഇവിടെ ആലോചിച്ച് നോക്കൂ, 2020ക്കാണ് 2-3 സ്ഥാനാർത്ഥികളെ സിനിമ രംഗത്തു നിന്നുള്ള നടിമാരെ അവർ പ്രഖ്യാപിച്ചത്. യഥാർത്ഥത്തിൽ 2020യുടെ സ്ഥാപകനും 2020യുടെ ചെയർമാനും സാബു ജേക്കബാണ്. സാബു ജേക്കബ് വിളിച്ച ഇവരെല്ലാം പോകും, നടിമാരും എല്ലാം പോകും. കാരണം ഇനിയിപ്പോൾ ചിലപ്പോൾ ബാബുരാജിനെ വിളിച്ച ബാബുരാജ് പോയില്ല ഒരു സിനിമയിൽ അഭിനയിക്കാൻ. അപ്പം നാളെ കാലം ബിസിനസ്സുകാർ വിളിച്ചാൽ ബിസിനസ്സുകാരെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ആർക്കാണ്? സിനിമാക്കാർക്കാണ്.
രാഷ്ട്രീയക്കാരെ അല്ല സിനിമാക്കാർക്ക് ആവശ്യം. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, BJPക്ക് ഇത്തവണ സിനിമയിൽ നിന്ന് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. BJPക്കാരായിട്ടുള്ള നേരത്തെ തന്നെയുള്ള മേജർ രവിയും നേരത്തെ സുരേഷ് ഗോപിയും, ഇപ്പോഴല്ല നേരത്തെ സുരേഷ് ഗോപിയും, അവരൊക്കെ അവരുടെ രാഷ്ട്രീയ ആഭിമുഖ്യം പുറത്തു പറഞ്ഞുകൊണ്ട് വന്ന് അവർ മത്സരിച്ചവരാണ്. അവർ നേരത്തെ മുതലേ പ്രവർത്തകരുമാണ്. ഇവിടെ ശ്വേതാ മേനോന് 2 കോടി രൂപ അമിത്ഷാ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത് വെള്ളരിക്കപ്പെട്ടണോ? എനിക്കറിയില്ല. എന്തിനാണ് S സുരേഷ് എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ വിശദീകരണം കൊടുത്തതെന്നും എനിക്കറിയില്ല. അത് ഇനി സിനിമാ രംഗത്തുള്ളവർ എന്നെ ഒന്ന് കണ്ടോട്ടെ, ഞാനൊരു സംസ്ഥാന സെക്രട്ടറിയാന്ന് അറിഞ്ഞോട്ടെ എന്ന് പറയാനാണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. BJPക്ക് സ്ഥാനാർത്ഥി ഇല്ല. അപ്പോൾ BJP 1. 2, മാലാ പാർവതിയെ പോലെ അൻസിബയെ പോലുള്ള രണ്ടാംകിട നടിമാർ, രണ്ടാംകിട നടി എന്ന് പോലും പറയാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒരു കാലത്ത് വന്ന് മിന്നി മറിഞ്ഞു പോകുന്ന ഒരാളാണ് ഈ മാലാ പാർവതിയൊക്കെ. ഏതെങ്കിലുമൊക്കെ സീരിയലിൽ വന്ന് ഏതെങ്കിലും അപ്രധാനമായ കഥാപാത്രങ്ങളെ ചെയ്ത് പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ മാലാ പാർവതിയെ പോലെ അൻസിബയെ പോലുള്ള നടിമാരൊക്കെ വന്നിട്ട് ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും അങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ അതിനെ ഗൗരവത്തോടെ എടുക്കാം. ഈവൻ പൃഥ്വിരാജ് പറഞ്ഞാൽ പോലും. കാരണം ആ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആലോചിക്കുകയെങ്കിലും വേണം. ഇത് യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത, ഒരു കാര്യത്തിലും ഒരു കൃത്യമായ തീരുമാനമില്ലാത്ത, ഇപ്പോൾ കുറച്ച് സ്ത്രീകളെല്ലാം കൂടെ വന്ന് കിടന്ന് ബഹളം വെച്ചുകൊണ്ട് ശ്വേതാ മേനോൻ പണം വാങ്ങിച്ചു. അത് എറണാകുളത്തുള്ള ഒരു കൗൺസിലർ പത്മജ, മുൻ കൗൺസിലറാണ് BJPയുടെ, പത്മജ പറഞ്ഞു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ലക്ഷ്മിപ്രിയ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത് ലക്ഷ്മിപ്രിയയാണ്. ക്യാൻ എന്ന് പറയുന്ന ഇന്റർവ്യൂവിൽ ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുണ്ട് അദാനിയുടെ കയ്യിൽ നിന്നും CSR ഫണ്ട് 15 ലക്ഷം എന്നാണ് പറഞ്ഞത്, 15 കോടി രൂപ കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പത്മജയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പത്മജ BJPയുടെ നേതാവ് എന്ന രീതിയിൽ പത്മജയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് മാലാ പാർവതി ഒരു പത്രസമ്മേളനമൊക്കെ നടത്തി ആ ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. പത്മജ ആരാണെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് അന്വേഷിക്കണം. പത്മജ ഒരു മാധ്യമ പ്രവർത്തക കൂടിയായിരുന്നു. അപ്പോൾ പത്മജയെ ഒരു ചാനലുകാർ വാർത്തയ്ക്ക് വിളിച്ചിരുത്തുമ്പോൾ, ഇപ്പോൾ സിനിമാ രംഗത്തുള്ള പല കാര്യങ്ങളും എനിക്കറിയാം. അത് ഞാൻ BJP അനുഭാവി ആയതുകൊണ്ടോ ഞാൻ പൈസ കൊടുക്കാൻ നേരിട്ട് വന്ന് ശ്വേതാ മേനോന് പൈസ കൊടുത്തത് കൊണ്ടോ അല്ല. മാധ്യമ പ്രവർത്തകർ, സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ, രാഷ്ട്രീയക്കാരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് അവിടുത്തെ ബേസിക് പ്രശ്നങ്ങളെന്ന് ചിലപ്പോൾ അന്വേഷിച്ച് നോക്കും. പ്രത്യേകിച്ച് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ചോദിച്ചു നോക്കും. ആരെങ്കിലും അറിയാവുന്നവരെ വിളിച്ച് ചോദിക്കും എന്താണ് അവിടുത്തെ പ്രശ്നമെന്ന്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞ പത്മജ പറഞ്ഞ എത്ര ബാലിശമായ ആരോപണമാണ്. ഇതൊക്കെ കേട്ട് പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് ഇതൊക്കെ പറയുമ്പോൾ അതിനൊന്നും മറുപടി പറയാതെ BJP എന്ന് കേട്ടാൽ, അല്ലെ സംഘപരിവാർ എന്ന് കേട്ടാൽ എന്ത് തോന്നിവാസവും പറയാവുന്ന ഒരു കൂട്ടം മാധ്യമങ്ങളുണ്ട് ഇവിടെ. ഈ ഇൻഡസ്ട്രിയെ കൃത്യമായിട്ട് മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത്, അതായത് ഫിലിം ഇൻഡസ്ട്രി കൊണ്ടുപോകുന്ന മീൻസ് ഒരുപാട് സാങ്കേതിക പ്രവർത്തകർക്കൊക്കെ അവർക്ക് ജീവിക്കാനുള്ള, കുടുംബം പോറ്റാനുള്ള പണം, വേതനം ഉണ്ടാക്കി കൊടുക്കുന്ന മമ്മൂട്ടി, മോഹൻലാൽ, ഇപ്പൊ സുരേഷ് ഗോപി മന്ത്രിയുടെ ട്രസ്റ്റിലാണ്, പിന്നെ പൃഥ്വിരാജ് അടക്കം, കുഞ്ചാക്കോ ബോബൻ, ഇവരൊക്കെ ഇത്ര ഈ മുൻനിര ആൾക്കാർക്ക് ആർക്കും ഇത് മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ താഴെത്തട്ടിലെ കുറെ പേര് ഇടന്നുകൊണ്ട് അടി ഉണ്ടാക്കുകയാണ്. അതാണ് അതിന്റെ കാര്യം. ഇതിനകത്തിന്റെ മാലാ പാർവതിയുടെ നിലപാടുകൾ നമ്മൾ കണ്ടതല്ലേ. മാലാ പാർവതി ഇപ്പൊ ഭയങ്കര സ്ത്രീപക്ഷക്കാരിയായിരിക്കുക. അൻസിബയെ പറഞ്ഞു മാലാ പാർവതി ഇമോഷണലായിട്ടൊക്കെ അതിനെ എടുത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. മാലാ പാർവതിയുടെ ഡബിൾ സ്റ്റാൻഡ് മനസ്സിലാക്കിയ നമ്മൾ എപ്പോഴാണ്? മാലാ പാർവതിയുടെ മകൻ സീമ വിനീത് എന്ന ട്രാൻസ്ജെൻഡറിന്റെ മെസ്സേജ് അയച്ചപ്പോൾ മാലാ പാർവതിയുടെ നിലപാട് എന്തായിരുന്നു? അന്ന് മകനോടൊപ്പം നിൽക്കുകയും ഈ ട്രാൻസ്ജെൻഡർ ആയിരുന്ന സീമ വിനീതിനെ തെറി പറയുകയും ചെയ്ത ആളാണ് ഈ മാലാ പാർവതി. അതിനുശേഷം ഹേമ കമ്മിറ്റി വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് ആദ്യം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോയ ആളാണ് മാലാ പാർവതി. അപ്പോൾ മാലാ പാർവതിയുടെ സ്ത്രീപക്ഷ നിലപാടെന്താ? മാലാ പാർവതി ഉൾപ്പെടെയുള്ളവർ, ഇതിനിടയിൽ സംഭവിച്ച മറ്റൊരു കാര്യം, മാലാ പാർവതിയാണ് ഈ ഗൂഢാലോചനയിൽ ആളുകളെ കോർഡിനേറ്റ് ചെയ്തിരുന്നതെന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട് വന്നത് ആരാണ്? മല്ലിക സുകുമാരനാണ്. മല്ലിക സുകുമാരനെ വിളിച്ചിരുന്നു, അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, ഒരു കോക്കസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് അവർ ആദ്യം തുറന്നു പറഞ്ഞു. മാലാ പാർവതി ഭയങ്കര ബുദ്ധിമതിയാണ്. മാലാ പാർവതി ഉടൻ തന്നെ കീഴടങ്ങി. അതായത് ചേച്ചിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ തോന്നിയതായിരിക്കും, മല്ലിക ചേച്ചി അടിച്ചാലും ഞാൻ അങ്ങ് സഹിക്കും എന്നൊക്കെ പറഞ്ഞ് ആ തിയറിയെ, ആ ഗൂഢാലോചന തിയറിയെ ഒന്ന് ലൈറ്റാക്കാൻ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ മല്ലിക സുകുമാരനും മാലാ പാർവതിയുടെ അമ്മയും തമ്മിലൊക്കെ എന്തോ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മല്ലിക സുകുമാരൻ പിന്നെ അത് സ്ട്രോങ് ആയിട്ട് അത് ബാധിച്ചില്ല അവിടെ നിന്ന്. യഥാർത്ഥത്തിൽ അവരെ വിളിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പണി എന്താ? കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ചേർന്ന് സംഘപരിവാർ എന്ന് കേട്ടാൽ തന്നെ ആക്രമിക്കാൻ വരും. ഈ കൂട്ടത്തിൽ ലക്ഷ്മിപ്രിയ സംഘിയാണ് എന്ന് ലക്ഷ്മിപ്രിയ തന്നെ പറയുന്നു.
അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ലക്ഷ്മിപ്രിയ അടക്കമുള്ളവരെ ആക്രമിക്കാനുള്ള ഒരു ആയുധമായി ലക്ഷ്മിപ്രിയേക്കാൾ ഉപരി ഇവർ ശ്വേതാ മേനോനെയാണ് ലക്ഷ്യം വെച്ചത്. ശരിക്കും ശ്വേതാ മേനോൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാൻ കോൺഗ്രസ് ഫാമിലിയിൽ നിന്നുള്ളതാണ്, എനിക്ക് സംഘം, ഞാൻ BJP അല്ല എന്നവർ പറയുന്നുണ്ട്. അത് പറയുമ്പോഴും അവരെ യഥാർത്ഥത്തിൽ BJP ചാപ്പ കുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. BJP ആണെന്ന് പറയുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. ഇന്ത്യ ഭരിക്കുന്ന, ഇന്ത്യയിലെ 22ഓളം സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ഇവിടെ എങ്ങുമില്ല. മാലാപാർവതിയോടും മറ്റുള്ളവരോട് പറയാനുള്ളത്, ആവർത്തിച്ച് മാലാപാർവതിയും അൻസിബയും ഒക്കെ പറയുന്നു ഇത് കേരളമാണെന്ന്. എന്ത് കേരളം? IS-ലേക്ക് പഠിക്കാൻ പോയ, പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കാൻ പോയ പെൺകുട്ടികൾ ഇവിടെ നിന്നാണ് IS-ലേക്ക് പോയത്. ഇത് കേരളമാണ്, അത് മനസ്സിലാക്കണം. ഈ കേരളത്തിൽ നിന്നാണ്, ഇത് കേരളത്തിൽ നിന്നാണ് ഈ നിങ്ങൾ പറയുന്ന ഇത് കേരളമാണ്. ഇവിടെ ഒരു സ്ത്രീ പരാതി കൊടുത്താൽ പരാതി എടുക്കില്ലേ? ഇവിടെ പോലീസിന് FIR ഇട്ടുകൂടെ? പോലീസ് ഞാൻ പരാതി കൊടുക്കുമ്പോഴേ FIR ഇടണ്ട? ഇങ്ങനെ ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ സത്യം പറഞ്ഞ അൻസിബ ഹസന്റെ ഓരോ നിലപാടുകളും നമ്മൾ ആലോചിക്കും. എല്ലാവരും അൻസിബയ്ക്ക് അനുകൂലമായി പറയുന്നു. അൻസിബ ഹസൻ പോലീസ് സ്റ്റേഷനിൽ പോയി നിരന്തരം പരാതിപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ പല പോലീസ് സ്റ്റേഷനിൽ അൻസിബയുടെ പരാതി എടുക്കില്ല. ചില പോലീസ് സ്റ്റേഷനുകളിൽ പോയി അൻസിബ വളരെ കൃത്യമായി തന്നെ ആ കേസുകൾ ഒത്തുതീർപ്പാക്കി, പണം വാങ്ങിച്ച് ഒത്തുതീർപ്പാക്കി എന്ന് പറയുന്നു. അതാണ് കടവന്ത്ര CIയെ മാറ്റണം. ഇവർ ചെന്നപ്പോൾ CI വരുമെന്ന് പറഞ്ഞ് അവരെ വെയിറ്റ് ചെയ്യും. അതായത് 5 മണിക്ക് മൊഴിയെടുക്കാൻ ചെന്നപ്പോൾ 5:45 വരെ വെയിറ്റ് ചെയ്തു. അൻസിബ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണോ? അൻസിബ സാധാരണഗതി പോലീസ് സ്റ്റേഷനിൽ പോയാൽ നമുക്കറിയാം, ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിലും ആ SHOയ്ക്ക് വേറെ എന്തെങ്കിലും പണി കാണും. SHOയ്ക്ക് അൻസിബ ഹസനെ നോക്കിയിരിക്കല്ല. അത് മാത്രമല്ല, അൻസിബയുടെ വക്കീൽ അതിലും വലിയ കോമഡിയാ. അൻസിബയിലെ വക്കീൽ പറയുന്നു, ഞങ്ങൾ കയറി വന്നപ്പോൾ ആരാണ് എന്താണെന്ന് ചോദിച്ചു. ദൃശ്യം സിനിമയിൽ മാത്രം മിന്നി മറഞ്ഞു പോയ അൻസിബയെ എല്ലാവരും ഓർത്തിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. മഞ്ജു വാര്യരാണ് ചിലപ്പം കേരളത്തിലെ മുഴുവൻ പോലീസുകാരും കണ്ടിട്ടുണ്ടാവും, ഓർത്തിരിക്കുന്നുണ്ടാവും. തമിഴ്നാടല്ലല്ലോ ഈ സിനിമാ താരങ്ങളെ മാലയിട്ട് സ്വീകരിക്കാനും അവരെ നോക്കിക്കൊണ്ടിരിക്കാനും. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആരാണ് എന്താണെന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല. 3/4 മണിക്കൂർ അല്ലേ? പോലീസിന് വേറെ പണി ഉണ്ടാവില്ലേ? അപ്പൊ പോലീസ് അൻസിബ വരുമ്പോ പോലീസ് അറ്റൻഷനായി നിൽക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു, രമേശ് ചെന്നിത്തല വിളിച്ച കാര്യം പറയുന്നത് ഭയങ്കര കോമഡി ആയിട്ടോ. ഇവർ ഭയങ്കര സംഭവമാണെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത്. 20 തവണ ഞാൻ വിളിച്ചതിന് ശേഷമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഫോൺ എടുത്തത്. അതാണ് ആഭ്യന്തരമന്ത്രിക്ക് പണി എന്തായിരുന്നു? അൻസിബ ഹസൻ വിളിക്കുന്ന ആദ്യത്തെ കോളിൽ ഫോൺ എടുക്കണമായിരുന്നു. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ സ്ത്രീകളുടെ മണ്ടത്തരമാണ് ഈ പറയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം കാണുന്നത്. അത് മാത്രമല്ല, ഇവിടെ വന്നിരുന്ന പത്മജയുടെ ഒരു ഓഡിയോ കാണിച്ചു. ഞാൻ പറഞ്ഞില്ലേ, പത്മജയുടെ ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് ഓഡിയോ കാണിച്ചു. അവരൊരു ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്ത് കേരളത്തിലെ യൂട്യൂബ് ചാനലുകളിൽ ഇരുന്ന് പലരും പല കാര്യങ്ങളും പറയും. അതൊക്കെ നേരിട്ട് അറിവിന്റെ അടിസ്ഥാനത്തിലോ അമ്മയിലോ ഉള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അവർ അമ്മയിൽ അംഗമല്ല. ഇനിയിപ്പം ഞാൻ അമ്മയിൽ അംഗമല്ല കേട്ടോ, ഞാൻ മാധ്യമപ്രവർത്തകയാണ്. അമ്മയിൽ അംഗമല്ല ഒന്ന് പറഞ്ഞേക്കാം. ഇനി ചേച്ചിമാരെല്ലാം കൂടെ വന്നിരുന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ അവർ അമ്മയിൽ അംഗമല്ല, അതുകൊണ്ട് അമ്മയിലെ കാര്യം പറയരുതെന്ന് പറഞ്ഞാൽ പറ്റില്ല. ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അനുസരിച്ച്, ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന, ഫോം ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അമ്മ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ രമേശ് പിഷാരടിയും ശ്വേതയുമായി നടക്കുന്ന സംഭാഷണത്തിൽ അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ. അതിൽ വളരെ കൃത്യമായിട്ട് ശ്വേത പറയുന്നുണ്ട്, ഓരോ ചാരിറ്റി പ്രവർത്തനം നടത്തുമ്പോഴും 2 ലക്ഷം രൂപ വെച്ച് ഇവർ ബാബുരാജ് അടക്കമുള്ളവർ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 5 പേരെയെങ്കിലും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് രമേശ് പിഷാരടി പറയുമ്പോൾ രമേശ് പിഷാരടി തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കറിയാം അമ്മയിൽ എന്തെങ്കിലും ചെയ്താൽ 1ന് 1 ഫ്രീ എന്ന രീതിയിലാണ്. അതായത് അമ്മയിൽ ഒരു AC വെച്ചാൽ ഈ പറയപ്പെടുന്ന ഭാരവാഹികളുടെ വീട്ടിൽ AC വെക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വലിയ രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. ആ സിനിമാ വ്യവസായത്തിൽ മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരത്തെ കുറിച്ച് ഈ നിമിഷം വരെ ആരെങ്കിലും സംസാരിച്ചോ? ഞാൻ കഴിഞ്ഞ 2 ദിവസമായി വെയിറ്റ് ചെയ്യായിരുന്നു, ആരെങ്കിലും ആ വിഷയം ഉന്നയിക്കുമോ എന്ന് വിചാരിച്ചു. ഒരാളും ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. രമേശ് പിഷാരടി വളരെ കൃത്യമായി, രമേശ് പിഷാരടി സമ്മതിക്കുന്നുണ്ട്, സത്യത്തിൽ ശ്വേതാ മേനോൻ സാധാരണഗതിയിൽ ഞാൻ 2 പേര് സംസാരിക്കുന്നുണ്ട്, ഞാനാണെ പുറത്തു വിടില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് അങ്ങനത്തെ ഞാൻ പത്രപ്രവർത്തക യൂണിയന്റെ ഭാരവാഹി കൂടിയായിരുന്നു, സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് എനിക്കെതിരെയൊക്കെ പറയുന്ന യാതൊരു ബേസും ഇല്ലാത്ത ചില ആരോപണങ്ങൾ, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഓഡിയോ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഓഡിയോ ഞാൻ എൻ്റെ സംസ്ഥാന ഭാരവാഹികളെ കേൾപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അത് കേൾക്കുന്നവരോട് ആദ്യം ഫോൺ മാറ്റി വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, ഇത് എനിക്ക് കിട്ടിയതാണ്, അതുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ കേൾപ്പിച്ചിട്ടുള്ളത്. ഞാനാണെങ്കിൽ അത് പുറത്തുവിടില്ല. പക്ഷേ ഇവിടെ അധോലോകം പോലുള്ള ഒരു സംഘടനയിൽ ശ്വേതാ മേനോന് സത്യം തെളിയിക്കാൻ, അല്ലെങ്കിൽ ശ്വേതാ മേനോൻ അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അത് പുറത്തു വരാനുള്ള ഒരു മാർഗം മാത്രമായിരുന്നു അത് എന്നുള്ളത് കൊണ്ട്
ഞാൻ ശ്വേതയോട് ആ വിഷയത്തിൽ ശ്വേതയെ വിമർശിക്കുന്നില്ല. കാരണം ഇതൊന്നും പിന്നെ സിനിമാക്കാർ പറയില്ല. അതിൽ തന്നെ രമേശ് പിഷാരടി പറയുന്നുണ്ട്, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു ചെന്നാൽ ആരും ഇത് പുറത്തു പറയില്ല. കാരണം പലരും പണം കൊടുത്തിട്ടുണ്ട്, പുറത്തു പറയില്ല. അപ്പോൾ ശ്വേതാ മേനോൻ തിരിച്ചു പറയുന്നു, പുറത്തു പറയാൻ വേണ്ടിയല്ല, പിഷാരടിക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നതെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഗൗരവകരമായ മറ്റൊരു പ്രശ്നം, ശ്വേത എന്ന് പറയുന്ന അമ്മയുടെ പ്രസിഡന്റ് 50 വയസ്സിന് മുകളിൽ കാണും ആ സ്ത്രീക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ മകൾക്ക് ഒരു 10-15 വയസ്സിന് മുകളിലുണ്ടാവും. അവർ എവിടെയാണ് എന്ന പിഷാരടിയുടെ ചോദ്യത്തിന് ഞാൻ ക്രൗൺ പ്ലാസയിലാണ് എന്ന് മറുപടി പറയുന്നു. ക്രൗൺ പ്ലാസയിലാണെന്ന് മറുപടി പറയുമ്പോൾ എന്താണ് പരിപാടി എന്ന് ചോദിക്കുന്നു. എൻ്റെ ഭർത്താവ് വരുന്നുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം പിഷാരടി പറഞ്ഞ അശ്ലീലങ്ങൾ, സത്യം പറയാം പിഷാരടി, ഞാൻ സിനിമയിലില്ലാത്തത് കാര്യമായി. എന്നെപ്പോലുള്ള ഒരാളോടാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിഷാരടി പിന്നെ ആ മുഖവുമായി മുൻപിൽ നടക്കില്ല, അടിച്ച് ഷേപ്പ് മാറ്റിയേനെ. ഉള്ള കാര്യം ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള അശ്ലീലമായ കാര്യങ്ങൾ, ഈ തമാശ പറയുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ സെക്സിനെ അല്ലെങ്കിൽ ജെൻഡറിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറയുകയല്ല തമാശ എന്ന് പറയുന്നത്. ഒരു സ്ത്രീയോട് എങ്ങനെ സംസാരിക്കണം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, സ്ത്രീകളെ വെറും 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 ഒരു കമ്മോഡിറ്റി മാത്രമായി കാണുന്ന ഒരു സംസ്കാരമാണ് സിനിമാക്കാർക്കുള്ളത്. ശ്വേതാ മേനോനെ പോലുള്ള ഒരാളോട്, അവരെ നമുക്കറിയാം, അവർ ഈ സാധാരണ മനുഷ്യരുടെ ഇതിലൊന്നും വീഴുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പറയുന്ന ഒരാളല്ല. അത്തരത്തിൽ വളരെ കൃത്യമായി നിലപാടുമായി മുന്നോട്ട് പോകുന്ന സ്ത്രീയാണ്, വളരെ ബോൾഡായ സ്ത്രീയാണ്. ആ സ്ത്രീയോട് ഇത്രയും മോശമായി സംസാരിക്കുന്ന ഈ പിഷാരടിയുടെ മുന്നിൽ സാധാരണ ആരെങ്കിലും പെട്ടുപോയാൽ എന്താവും? ചിലരൊക്കെ പറഞ്ഞത് തമാശയാണെന്ന്. തമാശ എന്ന് പറഞ്ഞാൽ ഇത് പറയലല്ലെന്നേ, അശ്ലീലം കറന്ന ജോക്ക് പറയലല്ല തമാശ. ഏതെങ്കിലും സ്ത്രീകൾ മിണ്ടിയോ? സ്ത്രീകളുടെ മൊത്തക്കച്ചവടക്കാരും സ്ത്രീകളുടെ മുഴുവൻ മൊത്ത വിതരണക്കാരായിരിക്കുന്ന ആൾക്കാരല്ലേ ഈ മാലാപാർവതിയും മറ്റുള്ളവരും, ഉഷ ഹസീനയും ഒക്കെ. ശ്വേതാ മേനോൻ തിരിച്ചു വരുന്നു എന്ന് കോടതി വിധി വരാൻ പോകുമ്പോൾ തന്നെ അവിടെ വന്നാൽ ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞുകൊണ്ട് ആരാ വന്നത്? ഉഷ ഹസീനയാണ് വന്നത്. യഥാർത്ഥത്തിൽ സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? പിന്നെ ഈ ജിഹാദി പരാമർശം, അത് വളരെ രസകരമായ ഒരു പരാമർശമാണ്. ഈ ജിഹാദി പരാമർശം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ഞാനൊന്ന് അന്വേഷിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പരിപാടിയിൽ വടയാർ സുനിലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ലക്ഷ്മിപ്രിയ പങ്കെടുത്ത് സംസാരിക്കുന്നു. അത് ലക്ഷ്മിപ്രിയയോട് വളരെ കൃത്യമായ ഒരു ചോദ്യം വടയാർ സുനിൽ ചോദിക്കുന്നു, നിങ്ങൾക്ക് മതം മാറിയപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോൾ ലക്ഷ്മിപ്രിയ പറയുന്നു, മുഷിഞ്ഞ വേഷം, അതായത് നടന്ന് തളർന്ന് മുഷിഞ്ഞ ഒരു വേഷം മാറിയതുപോലെ എനിക്കൊരു റീബർത്ത്. അവരത് റീബർത്ത് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. ഈ ഇൻ്റർവ്യൂവും ഇതിൻ്റെ ബാക്കിയുള്ള ടീസറുകളും ഒക്കെ പുറത്തു വന്ന സമയത്ത് ഉഷ ഹസീന നേരെ ലക്ഷ്മിപ്രിയെ വിളിക്കുന്നു. എന്തിനാണ് മുസ്ലിം മതം മുഷിഞ്ഞ വേഷമാണെന്ന് പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ലക്ഷ്മിപ്രിയ പറഞ്ഞു, അന്ന് ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിലുള്ള സമയമാണ്. അപ്പോൾ ലക്ഷ്മിപ്രിയ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂ അയച്ചു കൊടുത്തു. അതിനുശേഷം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ നേരത്ത് പൊന്നമ്മ ബാബു ഏതോ ഒരു ശ്രീകൃഷ്ണനോ എന്തോ വേഷം ഉഷ ചെയ്യാം എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. ഏതോ ഒരു ക്ഷേത്രത്തിലാണ് 3 പരിപാടി എങ്ങാണ്ട് അവർ പിടിച്ചു വെച്ചിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞ് ഉഷ ഹസീന വരുമോ? അപ്പോൾ പൊന്നമ്മ ബാബുവാണ് ഈ വിഷയം ലക്ഷ്മിപ്രിയയോട് സംസാരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പൊന്നമ്മ ബാബുവിന് ഇത് പറയുമ്പോൾ ഉഷ വരില്ല, ഉഷ ഭയങ്കര മുസ്ലിം ഇതുള്ള ആളാണ്, അതുകൊണ്ട് ക്ഷേത്രത്തിൽ വരുമോ എന്നറിയില്ല എന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു. അപ്പോൾ തമാശയ്ക്ക് ആ കൂട്ടത്തിൽ അവരെല്ലാം ഇരുന്ന കൂട്ടത്തിൽ തമാശയ്ക്ക് പറഞ്ഞ ഒരു ജോക്കാണ് ഈ പറയപ്പെടുന്ന തമാശ. അതാണ് ഈ ജിഹാദി എന്ന രീതിയിൽ, അതായത് വരില്ല എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ ഇത് ജിഹാദി എന്ന രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് പൊന്നമ്മ ബാബു നേരെ ഉഷ ഹസീനെ വിളിക്കുന്നു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു, തിരിച്ച് വിളിക്കുന്നു. ആ പ്രശ്നമാണ് ജിഹാദി എന്ന് പറഞ്ഞു എന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞു എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, എത്ര നിർദോഷകരമായി എല്ലാവരും കൂടി ഇരുന്ന് സംസാരത്തിൽ. നമ്മളൊക്കെ അത്തരത്തിൽ ചുമ്മാതെ തമാശക്കെങ്കിലും പറയാറില്ലേ? പണ്ട് ജന്മഭൂമിയിൽ ഒരു കോര എന്ന് പറയുന്ന ഒരാളുണ്ട്, ജോൺ കോര. ഞാൻ കോരച്ചേട്ടനെ വെറുതെ കളിയാക്കി പറയാറുണ്ട്, കോരച്ചേട്ടാ നിങ്ങളിപ്പോൾ ഹിന്ദു ആയിട്ടോ, നിങ്ങൾ എത്ര വർഷമായി ജന്മഭൂമി വന്നിട്ടും തമാശ, ഞങ്ങൾ ബാക്കി ആരും ഇല്ല ഇവിടെ ക്രിസ്ത്യൻസ്. ഞാൻ ഇടയ്ക്ക് കോരനായർ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതൊക്കെ പോയി നാളെ ഒരു ദിവസം പോയി നമുക്കെതിരെയുള്ള ആരോപണങ്ങളായി ഉന്നയിച്ചാൽ ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും. ആ ഒരു കാര്യത്തെയാണ് ഈ ജിഹാദി എന്ന് പറയുന്ന പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത്. അത് മാത്രമല്ല, അൻസിബ ഹസൻ അടക്കമുള്ളവർ ഇപ്പോൾ ടിനി ടോം വിളിച്ചു ജിഹാദി, ഇന്ന് അവർ വിളിച്ചു ഇവർ വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതിന് തെളിവ് വേണ്ടേ? തെളിവില്ലാത്തൊരു കാര്യം കൊണ്ട് പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ പോലീസ് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കോടതിയിൽ ചെല്ലുമ്പോൾ കോടതിയുടെ നടപടിക്രമമാണ് കേസെടുക്കാൻ കോടതി പറയും. നമ്മൾ അത്തരം ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചാൽ അത് പോലീസിന്റെ അന്വേഷണത്തിലാണല്ലോ തെളിയേണ്ടത്. പോലീസിന് കൃത്യമായി തെളിവ് വേണമല്ലോ. ഞാൻ പോയി പറഞ്ഞുകൊണ്ട് കയ്പ കണ്ടില്ല, ഒരു പീഡനം 13 വയസ്സുള്ള ഒരു പെൺകുട്ടി നാട്ടിലുള്ള 10-15 പിള്ളേർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെയെല്ലാം എടുത്തിട്ട് അടിച്ച് പോലീസ് വളരെ ഗുരുതരമായ രീതിയിൽ പരിക്കേൽപ്പിക്കുകയൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിൽ ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്ന, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തൊരു കുട്ടി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആടി കൊണ്ടതിൽ.
ഇപ്പോൾ പറയുന്നു അങ്ങനെ ഒരു പീഡനമേ നടന്നിട്ടില്ല. ആർക്കും ആരോടോ ഉണ്ടായിരുന്ന പ്രണയത്തിൻ്റെ പേരിൽ 2 കുട്ടികളെ വീട്ടുകാർ അവരെ, അതായത് ഒരു പയ്യനൊരു ഇവരോട് പ്രണയം തോന്നുന്നു, വീട്ടുകാരെ അച്ഛൻ വിളിച്ച് ഉപദേശിക്കുന്നു, അതോടുകൂടി പയ്യൻ പിന്മാറുന്നു. പയ്യൻ പിന്മാറുമ്പോൾ പയ്യൻ്റെ കൂട്ടുകാരെയും ചേർത്ത് ഒരു ദിവസം വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നു. വീട്ടുകാരത് കാണുന്നു, വാശി വെച്ച് വിളിച്ചു വരുത്തി എന്നാണ് പറയുന്നത്. വീട്ടുകാരത് കാണുമ്പോൾ അത് പീഡനമായി മാറുന്നു. പെൺകുട്ടി ആരോപിക്കുന്നു ഇവരെല്ലാം കൂട്ടം ചേർന്ന് പീഡിപ്പിച്ചു എന്ന്. ആലോചിച്ച് നോക്കൂ. അത് അന്വേഷിക്കാതെ, സത്യത്തിൽ അന്വേഷിക്കാതെ പിള്ളേരെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടല്ലേ ഒരു ചെറിയ കുട്ടികളാവുമ്പോൾ ഇങ്ങനെ സംഭവിക്കുമോ? ഇത്രയും കുട്ടികൾ ഒരുമിച്ച് ചെയ്യുമോ? ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാതെ ഈ കുട്ടികളെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടല്ലേ ഈ കുട്ടികൾക്ക് ഈ ഹാർട്ടിന് പ്രശ്നം വന്ന കുട്ടിയെ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് മുഴുവൻ ഭാഗമായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കാണെങ്കിൽ, നമ്മുടെ കുട്ടിയാണെങ്കിൽ നമുക്ക് വിഷമം വരില്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ബേസ് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ആ പത്രസമ്മേളനം നടന്ന് പുറത്തിറങ്ങി വരുമ്പോൾ തന്നെ പത്രക്കാരോട് ഈ അമ്മയുടെ യോഗം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ശ്വേതാ മേനോൻ പറയുന്നുണ്ട്, ബാബുരാജ് അടക്കമുള്ളവരുടെ കണക്കിൽ കൃത്രിമമുണ്ട്. പലരും കണ്ടവരും കേട്ടവരും പറയുന്ന കാര്യം എന്താണ്? ഈ കണക്കുകൾ അവിടെ അവതരിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ അനൂപ് ചന്ദ്രൻ CPM-കാരനാണ്. അനൂപ് ചന്ദ്രനെ വിളിച്ചൊരു ചാനൽ സംസാരിക്കുമ്പോൾ പോലും അനൂപ് ചന്ദ്രൻ പറയുന്നത് വളരെ കൃത്യമായി അനൂപ് ചന്ദ്രൻ പറയുന്നുണ്ട്, ആ സ്ത്രീകളൊന്ന് കണക്ക് അവതരിപ്പിക്കട്ടെ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാനൊരു സ്ഥാപനം നടത്തുന്നു, അല്ലെങ്കിൽ ഞാനൊരു സംഘടനയുടെ ഭാഗമാകുന്നു, കണക്കിൽ എന്തെങ്കിലും കൃത്രിമമുണ്ടെങ്കിൽ അത് കണക്കിൽ എന്താണ് കൃത്രിമം എന്ന് ചോദിച്ചാൽ അവർക്കൊരു ഷോക്കേഴ്സ് നോട്ടീസ് കൊടുത്ത് ആ കണക്കിൽ എന്താണ് എന്ന് നോക്കി, കണക്കിൽ കൃത്രിമമുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഏതെങ്കിലും കണക്ക് ആഡ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണ്ടേ? 1. 2, ട്രഷറർ, ആ കൂട്ടത്തിൽ ഉണ്ണി ശിവപാൽ എന്ന് പറയുന്ന ട്രഷറർ മുങ്ങി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ട്രഷറർ ഇല്ലാതെ, ട്രഷറർ ഒപ്പില്ലാതെ അവിടെ കണക്ക് അവതരിപ്പിക്കാൻ പറയുമ്പോൾ ഇപ്പം ഞാൻ പറയാമല്ലോ, നമുക്കൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണക്ക് നോക്കുന്ന ഒരാളേ അല്ല. ഇപ്പം ഞാനൊരു ജേർണലിസ്റ്റാണ്, ഞാൻ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കണക്ക് നോക്കാറേ ഇല്ല. കണക്ക് നോക്കാൻ ഞാൻ എൻ്റെ കൂടെയുള്ള ആരെങ്കിലും ഏൽപ്പിക്കുകയാണ് പതിവ്. അതുകൊണ്ട് എനിക്ക് തിരിച്ചടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നെ പറ്റിച്ചോടൊക്കെ പോയിട്ടുണ്ട് ആൾക്കാർ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണക്ക് നോക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല, എല്ലാം കൃത്യമായി എഴുതി ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അപ്പോൾ അതിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് കണക്ക് നോക്കേണ്ടത്. ഇപ്പോൾ ശ്വേതാ മേനോൻ എനിക്ക് തോന്നുന്നു ബോംബെയിലാണ് താമസിക്കുന്നത്. എല്ലാ ദിവസവും വന്ന് ശ്വേതാ മേനോന് കണക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ ജനറൽ ബോഡി സമയത്ത് എന്തെങ്കിലും കണക്കിന് പ്രശ്നം ഉണ്ടെങ്കിൽ, കണക്ക് അവതരിപ്പിക്കും മുമ്പ് ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കണക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൽ നോട്ടീസ് നൽകി എന്താണെന്ന് വിശദീകരണം ചോദിച്ചാൽ അങ്ങനെയൊക്കെ അല്ലേ പുറത്താക്കേണ്ടത്. ഇത് കണക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഇറങ്ങിപ്പോക്കോ എന്നല്ലല്ലോ, ഉടനെ അവിശ്വാസം കൊണ്ടുവരികയല്ലല്ലോ ചെയ്യുന്നത്. ഒരു സംഘടനയ്ക്ക് സംഘടനയുടേതായ ഒരു രീതിയുണ്ട്, ഒരു മര്യാദയുണ്ട്. ആ മര്യാദയൊന്നും പാലിക്കാതെ കണക്കിൽ കൃത്രിമമുണ്ട്, നിങ്ങളെല്ലാവരും പുറത്തു പോകും എന്ന് പറയുന്നതിനെ ഒരു തരത്തിൽ യോജിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ശ്വേത കോടതിയിൽ പോയതും ചൂണ്ടിക്കാട്ടിയതും എല്ലാ കാര്യങ്ങളും ചെയ്തതും. ഇവിടെ ശ്വേതാ മേനോനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ സ്ത്രീത്വത്തിന്, വുമൺ കാർഡ് ഇറക്കണ്ടെന്നൊക്കെ കുറച്ച് സ്ത്രീകൾ പറയുമെങ്കിലും അത് ശരിക്കും സ്ത്രീത്വത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ്. കപ്പാസിറ്റി ഉള്ള സ്ത്രീകളെ ഇറക്കണം, ചില വിഷയത്തിൽ ഇറക്കണ്ട. ഇതിപ്പോ കപ്പാസിറ്റി ഉള്ള സ്ത്രീകളെ ആക്രമിക്കും. പുരുഷനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഇഷ്ടംപോലെ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. നേരെ മറിച്ച് പുരുഷന്റെ അഭിപ്രായത്തിനെതിരെ നിൽക്കുന്ന അല്പം ബോൾഡായിട്ടുള്ള അവരുടെ ചൊൽപ്പടിക്ക് കിട്ടാത്ത സ്ത്രീകൾ എന്നും പ്രശ്നമാണ് ഇവർക്ക്. അതെല്ലാ പുരുഷനും എല്ലാ സംഘടനയിലും അങ്ങനെ തന്നെയാണ്. ഞാനും ഇത് അനുഭവിച്ചിട്ടുണ്ട്. സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയെന്താണെന്നറിയാമോ? പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഞാൻ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതാണ് ഈ സ്ത്രീ. സത്യം പറഞ്ഞാൽ 2-3 ദിവസം എന്നെ ഈ കാര്യങ്ങൾ ട്രിഗർ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പഴയ കാര്യങ്ങൾ ആലോചിച്ചു. ഈ പത്രപ്രവർത്തക യൂണിയനിലും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ കള്ളാണെങ്കിൽ അവിടെ കഞ്ചാവോ ലഹരി വസ്തുക്കളോ ഒക്കെ ആണെന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു ഉച്ചയാകുമ്പോൾ 12 മണിക്ക് ശേഷം കള്ളു കുടിക്കാത്ത ഒരാളെ 90% പേര്, 10% ഇല്ല കേട്ടോ, 90% പേരും കള്ളു കുടിച്ചാടുന്നവരാണ്. അതിൽ 10% മാന്യന്മാരുണ്ട്, അവരോട്ട് മിണ്ടുകയിൽ അവർ ഇറങ്ങിപ്പോവുകയും ചെയ്യും മീറ്റിംഗ് തരുന്നതിന് മുമ്പ്. അതാണ് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് സ്ത്രീകൾക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോഴും ചില ആൾക്കാർക്ക് ഞാൻ ഒരിക്കലും സംസാരിക്കാത്ത ആൾ എനിക്കെതിരെ ഞാൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ എതിരഭിപ്രായം പറഞ്ഞ് ഞാൻ അന്തം വിട്ട് നോക്കിയിരുന്ന ആളാണ്. അത് നമ്മൾ ഞെട്ടിപ്പോ. ഞാൻ ജീവിതത്തിൽ ആ സ്ത്രീയോട് സംസാരിച്ചിട്ടില്ല. ആ സ്ത്രീ വന്ന് ഞാൻ അവരോട് എന്തോ സംസാരിച്ചു എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ എന്തുകൊണ്ട് ഈ പറയുന്നത് എനിക്കൊന്നും പിടികിട്ടുന്നില്ല ആദ്യം. പിന്നീടാണ് എനിക്കെതിരെയാണ് ഇവർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായത് പോലും. അപ്പം അതേ അവസ്ഥയാണ് ശ്വേതയ്ക്ക് എന്നാണ്. 2-3 ശ്വേതയും ലക്ഷ്മിപ്രിയയും ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ, അനൂപ് ചന്ദ്രൻ പറയുമ്പോൾ, മറ്റുള്ളവർ പറയുമ്പോൾ സത്യത്തിൽ ഞാനിത് അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തായിരിക്കും അവർ അനുഭവിച്ചത് എന്നുള്ളത്. 7 മണിക്കൂറോളമാണ് ശ്വേത സ്റ്റേജിൽ നിന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യത്തിൽ ശ്വേതാ മേനോനെതിരെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക, വീണ്ടും ഇടവേള ബാബുവിലേക്കും അതുപോലെ തന്നെ സിദ്ദിഖിലേക്കുമൊക്കെ ഈ പവർ എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് സ്ത്രീകൾ പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ത്രീകൾക്ക് അതുകൊണ്ട് ഗുണം കാണും. ഇവരൊക്കെ സംവിധായകരൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ചെറിയ വേഷമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഈ സ്ത്രീകൾക്കൊക്കെ കിട്ടുമായിരിക്കും. അതിനായിരിക്കും ഇവരിങ്ങനെ സോപ്പിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് കാര്യമെന്ന്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, സിനിമാ രംഗത്ത് നടക്കുന്ന ഈ പ്രശ്നങ്ങൾ തീർച്ചയായും
വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ആകെ 500 പേരുള്ള ഒരു സംഘടനയാണ്. അതാണ് അതിന്റെ വലിയ രസം. കേരളത്തെ 400 പേരും ഇതുപോലെ മറ്റ് ഗതിയില്ലാതെ നടക്കുന്നവരാണ്, ചെറിയ റോളൊക്കെ അഭിനയിച്ചു നടക്കുന്നവരാണ്. അപ്പോൾ അവർ പോലും ഈ സംഘടന നിലനിൽക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുമ്പോഴും അവർ ചാരിറ്റിയാണ് എന്ന് പറയുമ്പോഴും സഞ്ജീവനി പദ്ധതി പ്രകാരം മരുന്ന് കൊടുക്കുന്നുണ്ട്, കൈനീട്ടം കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഈ കൈനീട്ടവും മരുന്നും ഒക്കെ നിങ്ങൾക്ക് തരുമ്പോൾ അതിൻ്റെ ഇരട്ടി മറ്റുള്ളവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആ സത്യത്തിൽ രമേശ് പിഷാരടിയും ശ്വേത ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ അത് അന്വേഷിക്കേണ്ടതാണ്. അതുപോലെ രമേശ് പിഷാരടിക്ക് അത് അറിയാമെന്ന് രമേശ് പിഷാരടി പറയുന്നു. ഇതിനു മുമ്പും അത് അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ജനപ്രതിനിധി, അതൊന്ന്. 2, ഒരു ജനപ്രതിനിധിയാകാൻ എന്ത് യോഗ്യതയാണ് ഈ പറയപ്പെടുന്ന പിഷാരടിക്കുള്ളത്? അതാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വിവാദമായ ഒരു പ്രസ്താവന പിഷാരടി നടത്തിയിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടം തുടങ്ങി വെച്ചതൊക്കെ താൻ പൂർത്തിയാക്കുമെന്ന്. രാഹുൽ മാങ്കൂട്ടം തുടങ്ങി വെച്ചതാണ്, ഇപ്പോൾ ആ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് എന്നാണ് ശ്വേതയുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ശ്വേത സത്യത്തിൽ പാവമായതുകൊണ്ട് എനിക്കൊന്ന് ശ്വേത കേരളത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയല്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മളുടെ ഫോക്കസിൽ ഈ കാര്യം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാവില്ല. എനിക്ക് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് എന്താണ് പറയുക, നമ്മൾ ഈ ലോക്കൽ വിഷയങ്ങളിൽ ഏർപ്പെടാത്തവർക്ക് ആവശ്യമില്ലാത്ത വൃത്തികെട്ട, അതായത് ആലോചിച്ച് വെറും 3 ആൾക്കാരുടെ ഡയലോഗ് ഒരു MLA പറയുന്നതാണ് ഒരു സ്ത്രീയോട്. അതും അവരുടെ ഭർത്താവാണ് വരുന്നത്. 10-15 വയസ്സുള്ള കുട്ടി അവർക്കുണ്ട്. ആ സ്ത്രീയോട് ഭർത്താവ് വരുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ബന്ധപ്പെടുത്തി ഇത്തരത്തിൽ വൃത്തികെട്ട തമാശ എന്ന് പറയാൻ കഴിയില്ല. ഇത്തരം വൃത്തികെട്ട ലൈംഗിക വൈകൃതമുള്ള സംഭാഷണം നടത്താൻ ഒരു MLAക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. യാതൊരു സംശയം. ഇടതും BJP-കാരനായിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ മറ്റാരെങ്കിലും ആയിരുന്നു ഇത് പറഞ്ഞതെങ്കിൽ, അല്ലെങ്കിൽ സിനിമയിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, മാലാപാർവതിക്കൊക്കെ ഇഷ്ടപ്പെടാത്ത മാലാപാർവതിക്കോ ഭാഗ്യലക്ഷ്മിയുടെയോ ലിസ്റ്റിൽ ഇഷ്ടപ്പെടാത്ത ആളായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവിടെ സംഭവിക്കുക? അമ്മ ഇവിടെ നിന്നൊക്കെ രാജിവെച്ച് പോയ ഭാഗ്യലക്ഷ്മിയൊക്കെ തിരിച്ച് സംഘടനയിലേക്ക് വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഏതായാലും ഒരു കാര്യം സത്യമാണ്, വളരെ സിനിമാ രംഗത്ത് നടക്കുന്ന ഈ പ്രവണതകൾ അത്ര ശരിയായ പ്രവണതയല്ല. ഇതിൻ്റെ റൂട്ട് കോസ് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് വരും ദിവസങ്ങളിൽ വെളിപ്പെടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നീട് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് എന്താണെന്ന് അടുത്ത ദിവസങ്ങളിൽ പറയാം.